ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഉപ്പയും ഉമ്മക്ക് എത്ര ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണം അവർ പറയില്ല. ഈ അടുത്തും കൂടി നമുക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് നിന്നായിരുന്നു. ഒരു മോളെയും കൊണ്ട് ഒരു ഉപ്പയും ഉമ്മയും നമ്മുടെ അടുത്ത് വന്നിരുന്നു. കുട്ടിയുടെ പ്രധാന പ്രശ്നം ആൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഉപ്പയും ഉമ്മയും കുറെ കല്യാണാലോചനകളൊക്കെ കൊണ്ടുവരും, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞാൽ മുടക്കും. കുട്ടി നമ്മളടുത്ത് വന്നു, ഫസ്റ്റ് സെഷനിൽ ഇരുന്നു, ഒന്നും ഓപ്പൺ അപ്പ് ആയില്ല. രണ്ടാമത്തെ സെഷൻ പോയി, മൂന്നാമത്തെ സെഷൻ പോയി, നാലാമത്തെ സെഷന് വരുമ്പോഴാണ് കുട്ടി നമ്മളടുത്ത് കാര്യങ്ങൾ പറയുന്നത്. കുട്ടിക്ക് ചെറുപ്പകാലത്ത് ഉണ്ടായ ഒരു ട്രോമ, സ്വന്തം അങ്കിളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം, അതാണ് കുട്ടീനെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പൊ എത്തിച്ചത്. എല്ലാ ആണുങ്ങളും അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചാൽ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ തന്നെ ആവും, എനിക്ക് കിട്ടാൻ പോകുന്ന അനുഭവം ഇതാവും എന്നുള്ളൊരു ചിന്താഗതിക്ക് കുട്ടി എത്തുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് കല്യാണത്തോടും ആണുങ്ങളോടും തന്നെ ഒരു വെറുപ്പാവുന്ന സിറ്റുവേഷനിലേക്ക് എത്തി. കുട്ടിക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യവും ഇല്ല. പേരൻസ് ഒരുപാട് ഉപദേശിച്ചു നോക്കി, ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നോക്കി, ഒന്നും നടക്കാതായപ്പോഴാണ് സൈക്കോളജിസ്റ്റായി ഞങ്ങൾ എടുത്തെത്തുന്നത്. ഞങ്ങൾ അവിടെ ചെയ്തത് കുട്ടിക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. കുട്ടീനെ ജഡ്ജ് ചെയ്യാതെ ഞങ്ങൾ കേൾക്കും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾ കൊടുത്തു. അതുകൊണ്ട് തന്നെ കുട്ടി കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിച്ചു. ഇതൊരു കാരണം മാത്രമാണ്. ഇതുപോലുള്ള ഒരുപാട് കാരണങ്ങളുള്ള പല കുട്ടികളും നമ്മുടെ ചുറ്റുമുണ്ട്.